കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ പ്രിയ ദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളോടൊരുമിച്ച് വിശുദ്ധ ആരാധനയിൽ കർത്താവിനെ ആരാധിപ്പാൻ ജീവിതത്തിൽ ദൈവം ഒരവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഫലമേൽപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിക്കണമേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. യെസ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റ് ചിലർ ഏലിയാവെന്നും അടുത്ത വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ഈ സന്ദേശം ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ എന്ത് ദൗത്യത്തിനു വേണ്ടി അയച്ചുവോ ആ ദൗത്യ നിർവഹണത്തെ 100% ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷമായി തന്നോടുകൂടെ സഞ്ചരിച്ച തൻ്റെ ശിഷ്യന്മാരുമായി വേറിട്ട് യേശു ചില സംവാദങ്ങൾ നടത്തുന്നതാണ് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വിസ്മരിക്കുവാൻ കഴിയാത്തൊരു അധ്യായമാണ്. കാരണം പരീശന്മാരും സാദൂക്യരും യേശുവിൻ്റെ അടുക്കൽ വന്ന് അടയാളങ്ങൾ ചോദിക്കുകയാണ്. യഹൂദന്മാരുടെ പ്രത്യേകത, അവർ അടയാളങ്ങൾ അന്വേഷിക്കുന്നവരായിരുന്നു. ഇവൻ ദൈവപുത്രനാണോ, ഇവൻ ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണോ എന്ന് അവർക്കറിയണം. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവർ അടയാളങ്ങൾ ചോദിച്ചു. കാരണം അവരുടെ ന്യായപ്രമാണം അടയാളങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏലിയാവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, മോശ മുഖാന്തരം അടയാളങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അടയാളങ്ങൾ യേശുവിലൂടെ നടക്കുന്നുണ്ടോ, ഇവൻ എന്തെങ്കിലും അടയാളം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന ചരിത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിന് അസന്നിഗ്ധമായ മറുപടി ആ ഭാഗത്ത് തന്നെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഈ കാലത്തും ഈ തലമുറയിലുള്ള പ്രത്യേകത, പലരും യേശുവിനെ അറിയുന്നുവെങ്കിലും യേശു ആരാണെന്ന് അടുത്തറിയാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു മറുപടി തന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും, എൻ്റെ വിഷയത്തിന് ഒരു ദൈവപ്രവൃത്തി കണ്ടാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കും. ഇങ്ങനെ ചില ചിന്താഗതികളുള്ള ഒരു കൂട്ടർ ഇന്നും ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്നെ കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. ലോകത്തിൽ എന്തെങ്കിലും ഒരു നന്മ കിട്ടിയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു ഉയർച്ച പ്രാപിച്ചത് കൊണ്ടോ, ഭൗതികമായ ഏതെങ്കിലും ഒരു നേട്ടം ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടോ അല്ല ഇന്ന് പകൽ നാം ഇവിടെ വന്നത്. കാരണം നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ നമുക്ക് രുചിച്ചറിയുവാൻ ദൈവ കൃപ തന്നു. അതുകൊണ്ടാണ് അവനെ ആരാധിപ്പാൻ ഇന്ന് രാവിലെ നാം ദൈവസന്നിധി വന്നത്. ആ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിനൊരു ആരാധന കൊടുത്തേ. കാനഡക്കാർക്ക് ഇത്രയും ശബ്ദമേ ഉള്ളൂ, അതോ അല്പം കൂടെ ശക്തിയോടെ ദൈവത്തിന് ആരാധന കൊടുക്കുക? ഹല്ലേലൂയ. ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, അവനെ അടുത്തറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നത് കൊണ്ടാണ് പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് രാവിലെ നാം ദൈവത്തെ ആരാധിക്കാൻ വന്നത്. ഒരു പക്ഷേ ഓവർ ടൈം നിങ്ങൾക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഇന്നൊരു ഡ്യൂട്ടി കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയേക്കാം. എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ വന്നത് ഒരടയാളം കണ്ടതുകൊണ്ടോ ഒരത്ഭുതം കണ്ടതുകൊണ്ടോ അല്ല. എന്നെ വീണ്ടെടുത്ത് എൻ്റെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള ആ ആർജവം ജീവിതത്തിലുള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
അപ്പോൾ അവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. വളരെ കാലിക പ്രസക്തിയുള്ള 2 ചോദ്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ യേശു ചോദിക്കുന്നത്, യേശു 13-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, യേശു ഫിലിപ്പിന്റെ കൈസരിയയിൽ ഇവിടെ പ്രദേശത്ത് എത്തിയ ശേഷം, യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനം മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നത്. 2 പ്രധാനപ്പെട്ട ചോദ്യം യേശു അവരോട് ചോദിക്കുകയാണ്. വളരെ കാലിക പ്രസക്തിയുള്ള 2 ചോദ്യമാണ് പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്. ആ ചോദ്യം യേശു ചോദിക്കുന്നത് ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് ചെല്ലുമ്പോഴാണ്. ആ പ്രദേശത്തിന് ചില പ്രത്യേകത ചരിത്ര പ്രാധാന്യങ്ങളുണ്ട്. ആ ഫിലിപ്പിന്റെ കൈസരിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഗലീലയുടെ പ്രദേശങ്ങളാണ്. യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ ഭാഗങ്ങളും ഗലീലയുടെ തീരങ്ങളിലായിരുന്നു, ഗലീല പ്രദേശങ്ങളിലായിരുന്നു. ഗലീലയുടെ പ്രത്യേകത എന്താ? പ്രവാചകൻ ദൈവവചനത്തിൽ വായിക്കുന്ന നമുക്ക് കാണാതറിയാം, ഗലീലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഇരുളടഞ്ഞ ദേശമായിരുന്നു, അന്ധകാരം പിടിച്ച ദേശമായിരുന്നു. ദൈവത്തിന്റെ ദാസനായ ദാവീദിന് ദൈവം ഒരു പ്രകാശം കൊടുത്തപ്പോൾ അവന്റെ ആഗ്രഹം ഒന്ന് ഇങ്ങനെയായിരുന്നു, ഓ സ്തോത്രം, ഞാൻ തട്ടിട്ട മാളിക മുറിയിൽ പാർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് കീഴെ ഇരിക്കുകയോ, അതുകൊണ്ട് എൻ്റെ കർത്താവിന് ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹം തോന്നി. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുക ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭൗതിക നന്മകൾക്കപ്പുറമായി എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാനാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന എത്ര പേർക്ക് ഉത്തമ ബോധ്യമുണ്ട്? അവർ ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ആഗ്രഹങ്ങൾ നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെ സാധിപ്പിക്കുന്നവനാ സ്വർഗ്ഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ആഗ്രഹം, എൻ്റെ ദൈവത്തിന് ഒരു ആലയം പണിയണം. കാരണം ദൈവത്തിന്റെ പെട്ടകം ഇപ്പോൾ തിരശ്ശീലയ്ക്ക് കീഴിലിരിക്കുക. അതുകൊണ്ട് ദാവീദ് തൻ്റെ തലമുറയിൽ തനിക്ക് ലഭിച്ച എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച് ദൈവത്തിനൊരു മനോഹരമായ ആലയം, ഭൂമിയിൽ മറ്റാരും ഉണ്ടാക്കാത്ത, ആർക്കും പണിയാൻ കഴിയാത്തൊരു ആലയം പണിയുവാൻ അവൻ ആഗ്രഹിച്ചു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ദാവീദ് ഉണ്ടാക്കി വെച്ചു. നമുക്ക് ചരിത്രം അറിയാം. പക്ഷെ ദാവീദ് എല്ലാം ഉണ്ടാക്കിയപ്പോൾ ദാവീദ് തടി മാത്രം ക്രമീകരിച്ചില്ല. ബാക്കി സ്വർണം, വെള്ളി, ചെമ്പ്, ബാക്കി സകല ഉപകരണങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ദാവീദ് ഉണ്ടാക്കി വെച്ചു. പക്ഷേ ദാവീദ് തടി മാത്രം ഉണ്ടാക്കിയില്ല, സ്വരൂപിച്ചു വെച്ചില്ല. ആ കാലത്ത് ദൈവം ദാവീദിനോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, പക്ഷേ നീ ആലയം പണിയാൻ യോഗ്യനല്ല. കാരണം നിന്റെ കയ്യിൽ രക്തം പുരണ്ട കയ്യാ. സ്വത്രം. അതുകൊണ്ട് നീ ആലയം പണിയണ്ട. അതുകൊണ്ട് നിന്നെ ഞാൻ നിന്റെ കൈ രക്തം പുരണ്ടെന്ന് പറയുമ്പോൾ അനീതിയുടെ രക്തമല്ല, ശത്രുക്കളെ സംഹരിച്ചുള്ള രക്തമാണ് ദൈവത്തിനറിയാം. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്നിൽ തന്നെ നിൽക്കുമ്പോൾ നിന്റെ കടിപ്രദേശത്ത് പുറപ്പെട്ട ഒരുത്തനിലൂടെ എൻ്റെ ആലയം പണിയുവാനിടയാകും. ഇന്ന് രാവിലെ ഞാൻ ദൂത് നിങ്ങളോട് അത് കൈമാറുകയോ. ഒരു പക്ഷേ നമ്മുടെ പിതാക്കന്മാർ കണ്ട ഈ ദൈവത്തിന്റെ മഹത്വം ഈ പട്ടണത്തിൽ നിങ്ങളുടെ തലമുറയിൽ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് തന്ന കൃപ ചെറുതായി കാണരുത്. ആ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ഒരു പുതിയ സമർപ്പണത്തോടെ അവന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. മറ്റാർക്കും കിട്ടാത്ത ചില യോഗ്യതകൾ, ചില നന്മകൾ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് തരാൻ ശക്തിയുള്ളവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ ഇത് വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയപ്പോൾ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ദൈവവേദലേ, ശലോമോനോട് ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ എനിക്ക് ആലയം പണിയണ്ട, നിന്റെ മകൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണി. ദാവീദ് ദാവീദ് ശലോമോനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് വായിച്ചിട്ടുണ്ട്. അവൻ ചെറുപ്രായമുള്ളവനാകിയാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ അവന് കഴിയത്തില്ല. അപ്പന്മാർ നമുക്ക് വേണ്ടി തന്ന ഒരു മാതൃകയുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർ കാണിച്ച മാതൃകകളെ, ആ ബൗണ്ടറിയെ പൊട്ടിക്കാതെ അഭിഷേകത്തോട് ദിവസങ്ങൾ നീ നിന്നാൽ നിന്റെ തലമുറയിൽ നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ, ലോകത്തിൽ ആരും കാണാത്ത നന്മകൾ, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ, സമ്പത്തിൻ്റെ നന്മകൾ നിന്നിലേക്ക് പകരാനിട ദൈവ ശക്തനാ. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, അവനെ അറിയേണ്ടതുപോലെ അറിയാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ ആദ്യം ആരംഭിച്ച പാട്ടിനകത്ത് ഒരു ലിറിക്സ് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അവിടെ
അവർ പാടിയത് ഇങ്ങനെയാ: കർത്താവെ, ഒന്നുകൂടെ നിന്നെ അടുത്തറിയാൻ ഇന്ന് രാവിലെ ഒരു കൃപ തരണമേ. യേശുവിൻ്റെ ചോദ്യം അവനെ അറിയാമെന്നോ എന്നുള്ളതല്ല, അവനെ അടുത്തറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ആരാധന കേവലം ഒരു പാരമ്പര്യത്തിന്റെ പെന്തക്കോസ്തിന്റെ ആരാധന അല്ല ഇത്. ഇന്ന് രാവിലെ ഹൃദയത്തിൽ ജീവൻ കത്തിയ, അഭിഷേകം കത്തിയ ദൈവമക്കൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. ഓ, എന്തെങ്കിലും ലഭിച്ചത് കൊണ്ടുള്ള ആരാധനയല്ല. ഇന്ന് പകൽ കർത്താവിനെ വീണ്ടെടുത്തത് കൊണ്ട് ശക്തിയോടവനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കാതെ അല്പനേരം ദൈവത്തിന് ആരാധന കൊടുക്കുക. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നിന്റെ സന്തതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവൻ വിശ്വസ്തനാ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുക ദൈവമക്കൾ. ഒന്നുകൂടെ അടുത്തിരിക്കുക. ഈ ദിവസങ്ങൾ ചില കൃപകൾ നിന്റെ മേലേക്ക് പകരാൻ, ചില നിയോഗങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദാവീദിന്റെ സ്നേഹിതനായ ഹീരാമിനോട് ശലോമോൻ ആലയം പണിക്കായി തടി ചോദിച്ചു. ഹീരാം ചെങ്ങാടം കെട്ടിക്കടലിലൂടെ അവൻ ആവശ്യമുള്ള സകല ദേവദാരുക്കളും തടികളും എത്തിച്ചു കൊടുത്തു. ഹീരാമിന് തടി കൊടുത്തതിൻ്റെ സന്തോഷത്തിന് വേണ്ടി അപ്പൻ ദാവീദിന്റെ സുഹൃത്തായ ഹീരാമിന് വേണ്ടി ശലോമോൻ എഴുതിക്കൊടുത്ത പ്രദേശമാണ് ഹല്ലേലൂയ 20 പട്ടണങ്ങളുള്ള ആ പ്രദേശം. കാബൂൾ ദേശം എന്ന് ബൈബിളിനകത്ത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഇരുളടഞ്ഞ ദേശമായിരുന്നു. എന്നാൽ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ സന്തതിയായി അവൻ ജനിച്ച് മരിച്ച് നമുക്ക് വേണ്ടി പ്രാണനെ വിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അതിനു മുമ്പ് യഹൂദന്മാരുടെ നടുവിലേക്ക് വന്നപ്പോൾ അവൻ തന്റെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത് പിതാക്കന്മാരുടെ കാലത്ത് ഇരുളടഞ്ഞ മണ്ഡലങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഒരു അഭിഷക്തനായ ദൈവനെ കൊണ്ടുവരികയായിരുന്നു. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിലെ അവനെ അടുത്തറിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇരുളിന്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം തന്റെ പുതുമയിലേക്ക് നമ്മെ നയിക്കുമെന്ന് ആത്മാവിന്ന പകൽ ശക്തിയോട് പറയുക. ചില അന്ധകാരം പിടിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളോട് ആത്മാവ് പറയുന്നു, ഈ ആരാധനയുടെ കുടുംബത്തിനകത്ത് ഇരുളടഞ്ഞ ചില അനുഭവങ്ങളെ ഇന്ന് പകൽ കർത്താവ് നീക്കിക്കൊണ്ട് ഒരു പുതിയ അഭിഷേകത്തിന്റെ തലങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയോ. ഓ ഹല്ലേലൂയ. ആ പ്രദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഗലീലയിൽ നിന്ന് 25 മൈൽ ദൂരമുള്ള വടക്ക് കിഴക്കായി കിടക്കുന്ന ഒരു പ്രൊവിൻസാണ് സ്തോത്രം നാം വായിച്ച ഫിലിപ്പിന്റെ കൈസരിയ. ഹെരോദാവിനെ കുറിച്ച് നമുക്കറിയാം. സ്തോത്രം കൈസറിനെ കുറിച്ച് നമുക്കറിയാം. അതിൽ അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഫിലിപ്പ് പിൽക്കാലങ്ങളിൽ ആ പട്ടണം പുതുക്കി പണിതു. അതുകൊണ്ട് ഫിലിപ്പിന്റെ കൈസരിയ എന്നതിന് പേരായി. ഈ ഫിലിപ്പിന്റെ കൈസരിയിലേക്ക് യേശു തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നൊരു പ്രത്യേകതയുണ്ട്. ആ പ്രദേശത്തിന്റെ ജിയോഗ്രഫി നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. വലിയ പാറകളുള്ള സ്ഥലമാണ്. മദർ സ്റ്റോണുകൾ അവിടെയുണ്ട്. അതിനകത്ത് പ്രകൃതിദത്തമായി ഉണ്ടാക്കപ്പെട്ട ഗർത്തങ്ങളുണ്ട്, ഗുഹകളുണ്ട്. അപ്പോൾ തന്നെ അവിടെ ചിതറിക്കിടക്കുന്ന വലിയ പാറ കഷണങ്ങളുണ്ട്. ഈ പ്രത്യേക തലങ്ങളിൽ നിന്നുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ചോദിക്കാനുള്ള കാരണം അവൻ ക്രൂശിനോടടുത്തു എന്ന് യേശുവിന് മനസ്സിലായി. ഇനി അധികം ദിവസം കൂടില്ല. അടുത്ത ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ ക്രൂശിതനാകാൻ വേണ്ടി യെരൂശലേമിലേക്ക് യാത്ര ചെയ്യേണ്ട സമയമെടുത്തിരിക്കുക. അതുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലമായി അവനോട് കൂടെ സഞ്ചരിച്ച തൻ്റെ ശിഷ്യന്മാരോട് യേശു കാലിക പ്രസക്തിയുള്ള 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? ആ ചോദ്യത്തിന് മറുപടി അസന്നിഗ്ധമായി അവർ ന്യായപ്രമാണം പഠിച്ചവരായതുകൊണ്ട് അവർ അസന്നിഗ്ധമായി യേശുവിനോട് പറയുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാ നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ചത്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. യേശുവിനെ കുറിച്ച് ജനത്തിന്റെ അഭിപ്രായം ചിലർ യോഹന്നാൻ സ്നാപകനാ. അത് ഹെരോദാവിന്റെ അഭിപ്രായമാണ്. ഹെരോദാവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്, ഇവനിൽ ഒരു അസാധാരണ ശക്തി വ്യാപരിക്കുന്നതെന്ന് ഹെരോദാവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും ഞാൻ എൻ്റെ പ്രവൃത്തി ഇവിടെ ചെയ്യൂ. പിതാവ് അയച്ചത് ചെയ്യാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവവേദനയിലെ യേശുവിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, ഏത് അന്ധകാര ശക്തികൾ, ഏത് സാമ്രാട്ടുകൾ, ഏത് രാജ്യങ്ങൾ, ഏത് അധിപതികൾ നിന്റെ പ്രവൃത്തിക്ക് വിരോധമായി എഴുന്നേറ്റാലോ, കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അഭിഷക്തന്മാരെ, ശുശ്രൂഷ ചെയ്യുന്നവരെ, ഒരു ദൂതിന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു പക്ഷേ നിന്നെ ചവിട്ടുകൊട്ടയിൽ തള്ളുന്ന പദ്ധതികൾ ശത്രു മെനഞ്ഞാലോ, നിന്നെ അപമാന കുഴിയിലിടാനുള്ള പദ്ധതികൾ മെനഞ്ഞാലോ, നിന്റെ ഭാവി പദ്ധതികളെ അടയ്ക്കാൻ പദ്ധതി മെനഞ്ഞാലോ, ഇന്ന് പകൽ യേശുവിന്റെ അഭിഷേകം പ്രാപിച്ച നിന്നെ ഒരു ശക്തിക്ക് തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ പ്രൈസ് ഗോഡ്. അപ്പൊ ഒന്ന് അവര് പറയാണ്, നീ യോഹന്നാൻ ആമേൻ സ്നാപകനാണ്. രണ്ട്, അവരുടെ അഭിപ്രായം നീ ഏലിയാവാണ്. ഏലിയാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആഹാബിന്റെ മുമ്പിൽ വിറയ്ക്കപ്പെട്ട അനുഭവങ്ങൾ, ആഹാബ് വിറയ്ക്കപ്പെട്ട അനുഭവങ്ങൾ ഏലിയാവിൻ്റെ ശുശ്രൂഷയിലുണ്ട്. ഏലിയാവിൻ്റെ ശുശ്രൂഷ മുഖത്ത് നോക്കി കാര്യം പറയുന്നവനാ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മൂന്നാമത് അവരുടെ അഭിപ്രായം, ഞാനൊന്നും വിഷയിപ്പാൻ സമയമെടുക്കുന്നില്ല, മൂന്നാമത് അവരുടെ അഭിപ്രായം അവൻ ഇരമ്യാവായിരിക്കുക. ഇരമ്യാവ് ആമേൻ സ്തോത്രനെ കുറിച്ച് അവസാനത്തെ പുസ്തകമായ അവരുടെ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ മലാഖിയിൽ എഴുതിയിട്ടുണ്ട്, ആമേൻ ദൈവത്തിൻ്റെ സമയത്ത് ഏലിയാവ് വരും. ആമേൻ. അവർക്കത് അറിയാം. അതുകൊണ്ട് അവർ പറയുകയാണ്, ഒരു പക്ഷേ ഇവൻ ഏലിയാവായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, അവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ആ പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കും. മോശയുടെ കാലത്ത് മോശ പറഞ്ഞു, ദൈവം ഒരു പ്രവാചകനെ നിങ്ങളുടെ നടുവിലേക്ക് അയക്കും. ആ വാക്കൂടെ കോട്ടിയത് കൊണ്ട് അവർ ന്യായപ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് യേശുവിനെ പല വിധത്തിൽ വീക്ഷിക്കുകയാണ്. ഇന്ന് പകൽ എനിക്ക് ദൈവമക്കളോട് ചോദിക്കാനുള്ള ചോദ്യം യേശു ചോദിച്ച ചോദ്യമാണ്, ബട്ട് നിങ്ങൾ അവനെക്കുറിച്ച് എന്ത് പറയുന്നു? ലോകം എന്തും പറയട്ടെ, അവനൊരു അവതാര പുരുഷനാണെന്നോ, അവനൊരു സൗഖ്യദായകനാണെന്നോ, അവൻ ഏതെങ്കിലും അത്ഭുതം ചെയ്യുന്നവനാണെന്നോ, അവൻ ഒരുപക്ഷെ ഏലിയാവിനെ പോലെയോ, അല്ലെങ്കിൽ ഇരമ്യാവിനെ പോലെയോ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെയോ, പ്രവാചകന്മാരിൽ വന്നുപോയ ഒരുവനെ പോലെയോ ആണെന്ന് ലോകം വിധി എഴുതുമ്പോൾ, ഇന്ന് പകൽ ഈ പട്ടണത്തിലുള്ള സഭയോട് ആത്മനിറവിൽ ഞാൻ ചോദിക്കുന്നു, ആമേൻ, നിങ്ങൾ അവനെക്കുറിച്ച് ആരാണെന്ന് വിചാരിക്കുന്നു? ഇവിടെ ആരാധിക്കുന്ന ദൈവത്തിലെ നമുക്കവനെ രുചിച്ചറിയുവാൻ ദൈവ കൃപ തന്നതുകൊണ്ട്, അവനെ അടുത്തറിയുവാൻ കൃപ തന്നതുകൊണ്ട്, ഓ ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ പദം ഞാൻ കടമെടുത്ത് പറയുക, നിത്യജീവന്റെ മൊഴി നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ പോകത്തില്ല. അവനെ ആരാധിക്കുക ദൈവത്തിലെ. ഒരു നന്മ കിട്ടിയില്ലെങ്കിലോ, ഒരു അനുഗ്രഹം വന്നില്ലെങ്കിലോ, ഒരു രോഗം വന്നാലും നീ അവനെ വിട്ടു പോകരുത്. ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ അവന്റെ വിശ്വസ്തതയിൽ നിൽക്ക. അറിയാത്ത വഴികൾ തുറക്കാൻ ഇന്ന് പകൽ ദൈവ ശക്തിയുള്ളവനാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഒത്തിരി കഷ്ടതയിലൂടെ ഈ കർത്താവിനെ കണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി പ്രതിസന്ധി ഈ കർത്താവിനെ കണ്ടതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ഈ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ മനുഷ്യനായിരുന്നു JV പീറ്റർ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗായകൻ, നല്ല മ്യൂസിഷ്യൻ, നല്ല പാട്ടെഴുത്തുകാരനായിരുന്നു JV പീറ്റർ. അദ്ദേഹം ഒരു പക്ക തമിഴനായിരുന്നു. അദ്ദേഹം തൻ്റെ യൗവന പ്രായത്തിൽ, തൻ്റെ ചെറുപ്രായത്തിലെ അപ്പൻ മരിച്ചുപോയി. തൻ്റെ യൗവന പ്രായത്തിലെത്തിയപ്പോൾ ബോൺ ക്യാൻസറിനാൽ മാരക രോഗത്താൽ പിടിക്കപ്പെട്ടു. ആ മാരക രോഗം ഡോക്ടർമാർ തന്നെ തള്ളി, ഇനി ജീവിപ്പാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ അദ്ദേഹം മരിക്കാനായി റെയിൽവേ ട്രാക്കിലേക്ക് പോയി. റെയിൽവേ ട്രാക്കിൽ തൻ്റെ തല വെച്ച് മരിക്കാൻ ആഗ്രഹിച്ച അതിൻ്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു പേപ്പർ കഷ്ണം തൻ്റെ അടുക്കിലേക്ക് കാറ്റിൽ പറന്നു വന്നു. ആ പേപ്പർ കഷ്ണം ഒരു തമിഴ് ട്രാക്റ്റായിരുന്നു. അതെടുത്ത് വായിച്ചു. അദ്ദേഹം യേശുവിനെ അറിഞ്ഞു. ആ മനുഷ്യൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറി. കേരളത്തിൽ വന്ന് അന്നത്തെ ഒരു ഭക്തനായ അപ്പച്ചൻ്റെ മകൾ, ഒരു ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരു അപ്പച്ചൻ്റെ മകൾ നിർമ്മലയെ വിവാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ ആദ്യം വരുന്നത് തിരുവല്ലായിലാണ്. തിരുവല്ലായിൽ വന്ന് നരണത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു. നമ്മുടെ KC പാസ്റ്റർക്ക് വീടിൻ്റെ അടുത്തായിട്ട് നരണത്തൊരു വീട് വാടകയ്ക്കെടുത്ത് സുവിശേഷ വേല ആരംഭിച്ചു. മലയാളം ശരിക്കറിയത്തില്ല. തൻ്റെ അമ്മ തൻ്റെ കൂടെയുണ്ട്, തൻ്റെ ഭാര്യയുണ്ട്, തനിക്കൊരു മകനുണ്ട്. അങ്ങനെ അവിടെ ശുശ്രൂഷവേല ചെയ്ത് ആരംഭിക്കുന്ന കാലത്താണ് എൻ്റെ സഹോദരനും മറ്റു ചിലരുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ കേരളത്തിൽ ആദ്യമായി നല്ല ഗാനങ്ങൾ രചിക്കുകയും ഈ ചിട്ടപ്പെടുത്തുകയും. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിനകത്തെ 4 മുറിക്കകത്ത് 4 കർട്ടൻ കെട്ടി ആമേൻ സ്തോത്രം തബലയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്ത് കാസറ്റ് ഇറക്കിയ കാലങ്ങളുണ്ട്. ആ കാലത്ത് പ്രൈസ് ദി ലോർഡ് അദ്ദേഹം ഒത്തിരി കഷ്ടതയിലൂടെ കടന്നുപോയി. ആ കഷ്ടത
പദ്ധതിയിലൂടെ കടന്നുപോയപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ രോഗിയായി ഹോസ്പിറ്റലായി. തിരുവല്ല നമുക്കെല്ലാം അറിയാവുന്ന സായിപ്പിൻ്റെ ആശുപത്രി എന്ന് പറയുന്ന മെഡിക്കൽ മെഷീനിൽ അഡ്മിറ്റായി കിടക്കുക. 3-4 ദിവസം അഡ്മിറ്റായി ഡിസ്ചാർജ് ചെയ്തപ്പോൾ 1600 രൂപ ബില്ല് വന്നു. എൻ്റെ സഹോദരൻ കൂടെ നിൽക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ പൈസ വല്ലതും ഉണ്ടോ? അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ 200 രൂപയുണ്ട്. അച്ഛാ 200 ഉണ്ട് മോനെ, അത് വേണ്ട, അത് പോരാലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അന്നൊരു ലാംബട്ര സ്കൂട്ടറുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി കവലപ്രസംഗങ്ങൾ അദ്ദേഹത്തിനോട് നടത്തിയിട്ടുണ്ട്. ലാംബട്ര സ്കൂട്ടറെ കയറി എൻ്റെ സഹോദരനെ കയറ്റി അദ്ദേഹം പാർക്കുന്ന അഞ്ഞിലിത്താൻ അവിടുത്തെ വളഞ്ഞവട്ടത്തെ വീട്ടിനകത്ത് കയറി 1 മണിക്കൂർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ വിചാരിച്ചു, ഇവിടെ ഈ പുള്ളി എന്നാ ഒരു ബില്ലടയ്ക്കാൻ കാശില്ലാതെ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുകയാണല്ലോ. 1 മണിക്കൂർ കറക്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ വന്ന് ബെല്ലടിച്ചു. പോസ്റ്റ്മാൻ ബെല്ലടിച്ചു പീറ്ററച്ചാനെ വിളിച്ച് പുറത്തിറക്കി. 1600 രൂപയുടെ ഒരു മണി ഓർഡർ തൻ്റെ കയ്യിൽ കൊടുത്തു. കറക്റ്റ് 1600 രൂപ. ആ മനുഷ്യൻ അന്ന് എഴുതിയ പാട്ട, വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നമുക്കെല്ലാം കാണാതെ അറിയാമല്ലോ, ഞാൻ ചരിത്രം പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് ഈ കർത്താവിനെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷമായി യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുക, അവരുടെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്നെ ആർ എന്ന് അറിയുന്നു. സ്തോത്രം. സഭയ്ക്കിന്ന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ കർത്താവിനെ അടുത്തറിയേണ്ട കാലഘട്ടത്തിലെത്തിയിരിക്കുക. നമുക്കെല്ലാം ഒത്തിരി അറിവുണ്ട്, ആരാധനയെക്കുറിച്ച് അറിവുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധം എഴുതാൻ നമുക്കറിയാം, അല്ല അവൻ എന്ത് കാര്യങ്ങൾക്കും ഒരു ഓർഡർ നമുക്കുണ്ട്. അതെല്ലാം നല്ലതാണ്, അതെല്ലാം പിതാക്കന്മാരുടെ കാലത്ത് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് പല സഭകളിലും അല്ലെ പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ ഇവർക്കൊന്നും ഒരു പിടുത്തവുമില്ല. സ്വത്രം. ചില നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സൈക്കിളെ കയറാൻ അറിയാം, ചിലർക്ക് ഇറങ്ങാൻ അറിയത്തില്ല, തുടങ്ങി വെക്കും, നിർത്താൻ അറിയത്തില്ല. ഇതെല്ലാം പണ്ട് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ഓരോ ചാനലുകളാണ്, അതിലൂടെയാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. എന്നാൽ ദൈവത്തെ അറിയുന്നതിനേക്കാൾ ഈ പുതിയ തലമുറയിൽ, ഈ നമ്മുടെ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ അടുത്തറിയാൻ എത്ര പേരെന്ന് പകൽ ആഗ്രഹിക്കുന്നു. ഈ ആരാധനയിൽ കടന്നു വന്ന ചിലരോട് ആത്മാ സംസാരിക്കുക, മകനെ മകളെ അല്പം കൂടെ നീ ഒന്ന് ചേർന്നിരിക്കുക. കർത്താവിന് ചിലത് നിന്റെ മേലേക്കൊന്ന് കൈമാറാനുണ്ട്. പുരുഷാരം എന്തും പറയട്ടെ, അവർ യോഹന്നാനാണെന്നോ, അവർ രമ്യാവാണെന്നോ, അവർ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നോ, അവൻ ഏലിയാവാണെന്നോ പറയട്ടെ. ഒരുപക്ഷെ ചിലരുടെ ആഗ്രഹം ഒരു വിടുതലായിരിക്കാം, ഒരുപക്ഷെ സൗഖ്യമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയായിരിക്കാം. അത് തരാൻ ദൈവം വിശ്വസ്തനാ. പക്ഷേ അതിലും അധികമായി അവൻ്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാവിലെ അല്പം കൂടെ ചേർന്നിരിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ചിലത് നിന്റെ മേലേക്ക് പകരാൻ എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയുണ്ട്. ചിലത് നിന്റെ മേലെന്ന് വിശ്വസ്തനായ ചില ദാസന്മാരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവമക്കളെ, യേശു അവിടെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ജനത്തിൻ്റെ അഭിപ്രായം. ജനത്തിൻ്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ ഭാഗത്ത് നിൽക്കുന്നവരെ അല്ല. എന്നാൽ മനുഷ്യപുത്രനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ആ അഭിപ്രായത്തിന് മുൻപിൽ പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് പറഞ്ഞ കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. നാം ആ 16-ാം വാക്യത്തിൽ വായിച്ചു, 15-ൽ വായിച്ചു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, ഹല്ലേലൂയ കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു കഷ്ടത വന്നപ്പോൾ എന്നെ സഹായിച്ചില്ലെന്നോ, ഒരു രോഗം വന്നപ്പോൾ എനിക്ക് വിടുതൽ തന്നില്ലെന്നോ, ഒരു ഞെരുക്കം വന്നപ്പോൾ എന്നെ കണ്ടില്ലെന്നോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണോ നിങ്ങൾ? അല്ല, അനുഭവം പലതും ജീവിതത്തിൽ ഉണ്ടെങ്കിലും നോട്ട് ടേണിംഗ് ബാക്ക്, എൻ്റെ കർത്താവിനെ ഞാൻ പിന്മാറി പോകത്തില്ല. ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും ഈ ക്രിസ്തുവിനെ മാത്രം ഞാൻ മുറുകെ പിടിക്കുമെന്ന് സധൈര്യം നിൽക്കുന്ന ദൈവവേദലെ, നിന്നെ കർത്താവിന് വേണം. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ വേണം. പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, യൗവനക്കാരെ, കർത്താവിന് നിങ്ങളെ വേണം. ഈ തലമുറ
തലമുറയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. അനേകർ മാറി നിൽക്കുമ്പോൾ, അനേക കഴിവുള്ളവർ മാറി നിൽക്കുമ്പോൾ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ ിൽ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ തന്നത്. ഇവിടെ ദൈവം നിങ്ങളെ എത്തിച്ചത് കുറച്ച് പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ നല്ല ജോലി ചെയ്ത് നല്ല സംവിധാനത്തിൽ ജീവിക്കുവാനോ അല്ല. അതെല്ലാം ദൈവം തന്ന, ഇവിടെ കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ കൃപയാ. അത് ദൈവം തന്ന കൃപയാ. ആ കൃപയെ അനുഭവിപ്പാൽ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. എന്നാൽ അതിനകത്തൊരു വിളി ഇന്ന് പകൽ നിന്റെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. പത്രോസിനോട് ദൈവം പറഞ്ഞത്, ബെറയോനാ ശീമോനെ, ഇത് ജഡരക്തമല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, മാനുഷികമായ മണ്ഡലങ്ങളെ മാറ്റിക്കൊണ്ട് അഭിഷേകത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്ര പേർക്ക് തിരിയാൻ ആഗ്രഹമുണ്ട്? സ്വർഗസ്ഥനായ ദൈവം ഈ പകൽ ചില വെളിപ്പാടുകൾ നിന്റെ മേൽ വെളിപ്പെടുത്തി തരട്ടെ. വചനത്തിന്റെ ദൂതുകൾ, അഭിഷേകത്തിന്റെ ശക്തി, അധികാരത്തിന്റെ ശുശ്രൂഷ, ആത്മനിറവിന്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം നിന്റെ മേൽ പകരാ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അത് ഇന്ന് പകൽ സ്വർഗം തുറക്കുകയോ ഇവിടെ ചിലതിനെ ദൈവം കരങ്ങളിൽ എടുക്കുകയോ, ചില അധികാരത്തിന്റെ കൈമാറ്റം, ചില അഭിഷേകത്തിന്റെ കൈമാറ്റം, ചില ദൈവ പ്രവൃത്തികളുടെ വെളിപ്പാടുകൾ ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരുകയോ. സന്തോഷത്തോടെ അല്പനേര കരകളെ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട്? കർത്താവേ, എന്നെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിച്ചു തരികയോ, എന്നെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുക. അങ്ങേ അറിയേണ്ടതുപോലെ അറിയുക. എനിക്കൊത്തിരി അറിവുകളുണ്ട്, പക്ഷേ അതൊന്നും ദൈവ ദർശനം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതല്ല. എന്നാൽ അറിയേണ്ടതുപോലെ എന്നറിയാൻ ആത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. കർത്താവ് നിന്നെ പണിതുകൊണ്ടിരിക്കുക. കർത്താവിന് നിന്നെ വേണോ? ആമേൻ. അവൻ നിന്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമാക്കാൻ അവൻ നിന്നെ ചെത്തിയെടുത്തുകൊണ്ടിരിക്കുക. നീ അനുഭവിക്കുന്ന ഈ കഷ്ടത ദൈവം അറിയാതെ അല്ല. നീ പോകുന്ന ഈ ചാല് ദൈവം അറിയാതെ അല്ല. അതിനകത്ത് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. ദൈവത്തിലെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം. നമുക്കൊത്തിരി പ്രാസംഗികരുന്നുണ്ട്, ഒത്തിരി മിടുക്കന്മാരിന്ന് നമ്മുടെ സഭകളിലുണ്ട്, ഒത്തിരി സാമ്പത്തിക ശ്രേഷ്ഠതയുള്ളവരുണ്ട്. പക്ഷെ അവരെ ഒന്നുമല്ല ദൈവം നോക്കുന്നു. അവനെ അടുത്തറിയാൻ ആരാഗ്രഹിക്കുന്നുവോ അവരെ ഇന്ന് പകൽ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് ചില കൃപകൾ നിന്റെ മേൽ കൈമാറുവാനുണ്ട്. ഞാൻ ആ പദം പറഞ്ഞ് അവസാനം ആ വിഷയം വ്യാഖ്യാനിച്ച് ഞാൻ അവസാനിപ്പിക്കുക. അതിന് മുമ്പ് 1-2 ചിന്തകളോട് നിങ്ങളോട് പറയുക. പഴയ നിയമത്തിലെ ഭക്തനായൊരു മനുഷ്യനായിരുന്ന ആസാഫ്, ഇസ്രായേലിലെ മധുരഗായകനായിരുന്ന ദാവീദിന്റെ സംഗീതജ്ഞനായിരുന്നു ആസാഫ്. യെരൂശലേം ദേവാലയത്തിലെ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത് നമുക്ക് ആൾക്കൂടെ അറിയാവുന്ന തമ്പാറും ചിഞ്ചിലും മാത്രമേ ഉള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ആയിരുന്നു കുമ്മനാട്ട് ഏറ്റവും കൂടുതൽ തമ്പാറ് കൊണ്ട് കൊടുക്കുന്ന അച്ഛൻ്റെ പേര് തന്നെ തമ്പാറ് ചാക്കോച്ച എന്ന അദ്ദേഹമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ തമ്പാറ് ഉണ്ടാക്കുന്ന ആള്. അതായിരുന്നു നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ വാദ്യോപകരണം. പക്ഷെ അത് അടിക്കാനും താളം വേണം, അത് അടിക്കാനും ചിട്ടയോടുകൂടെ അടിക്കാനുള്ള താളം വേണം. ചിഞ്ചിലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പൂതം കലക്കി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ നമ്മുടെ ഇടയിൽ ഇറങ്ങിയത്. ഫ്രഷലോ പേടിക്കണ്ട, പൂതം കലക്കി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായവർക്ക് മനസ്സിലായതിനാൽ ദൈവത്തെ സ്തുതിക്കും. ഈ 3 സാധനമായിരുന്നു നമ്മുടെ ചർച്ചകളിലെ ആരാധനയുടെ ഏറ്റവും വലിയ വാദ്യോപകരണങ്ങൾ. അന്നൊക്കെ എത്ര ഭൂതങ്ങളാണ് ഇളകിയത്, എത്ര പേരാ സൗഖ്യമാക്കി. ഇന്ന് നമ്മൾ മൊത്തം കട്ട പിടിച്ച് നോക്കിയിട്ട് ഒരു അനക്കം ഉണ്ടാകാത്ത എന്താൻ്റെ കാര്യം? കട്ടയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ദൈവത്തോട് അടുക്കാൻ നമുക്ക് കഴിയുന്നു. ഒരു ആർട്ടിഫിഷ്യൽ ആരാധന. പിണങ്ങല്ലേ? ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറഞ്ഞല്ല, ഞാൻ യൂണിവേഴ്സലായ ഒരു കാര്യം പറഞ്ഞു. എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചത് അവനെ അധികം അടുത്തറിയാൻ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയർ നമുക്കുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഉപകരണം വായിക്കുന്ന സഹോദരന്മാർ നമുക്കുണ്ട്. ഞങ്ങൾക്കതുകൊണ്ട് ഭയങ്കര അസൂയ. കർത്താവെ കുമ്പ് ഞങ്ങളൊക്കെ ആഴ്ചയിൽ 2000-3000 രൂപ വാടക കൊടുത്ത പിള്ളേരെ വിളിക്കുന്ന കീബോർഡ്. കാരണം ചർച്ചിൽ ഒരെണ്ണം ഇല്ലല്ലോ, എല്ലാം കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയും പോയല്ലോ, ഒന്നും അവിടെ ഇല്ല. പണ്ടൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ട് പിള്ളേരെ ഞെക്കി പഠിപ്പിച്ച് ഗിറ്റാർ പഠിപ്പിച്ചും കീബോർഡ് പഠിപ്പിച്ചത് ഇപ്പൊ കൃപയായില്ലേ ഭാഷേ? സ്വത്രം ഏമേ. പക്ഷെ നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ല, ഞാനങ്ങ് പോവാ. പ്രശ്നമോ, ഞാൻ യാഥാർത്ഥ്യങ്ങൾ പറയും. പക്ഷെ അന്ന് ഭയങ്കര ആത്മീയ സന്തോഷമായിരുന്നു. ഇന്ന് വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ അറിയാം. ഞാൻ ഇവിടെ 1-2 ചർച്ചകളിലൊക്കെ പോയി, പക്ഷെ എനിക്ക് അവിടെ എല്ലാം ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നല്ല ആത്മനിറവോട് ദൈവം കൊടുത്ത
ആമേൻ ആ കൃപകളെ അവർ വ്യാപാരം ചെയ്യുമ്പോൾ ദൈവമക്കളെ നമ്മൾ കാഴ്ചക്കാരായിരിക്കരുതേ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അവർക്ക് എത്ര റിതമുണ്ട്, അവർക്ക് എത്ര കട്ടയുണ്ടെന്ന് നോക്കണ്ട. അവരിൽ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മ്യൂസിക് കൺസേർട്ട് അല്ലല്ലോ നമ്മൾ ആരാധനയിൽ നടത്തുന്നത്. ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ യെരൂശലേം ദേവാലയത്തിലെ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ശേബാരാജ്ഞി പോലും രാജാവിൻ്റെ ഇരിപ്പ്, ശലോമോന്റെ യെരൂശലേമിലേക്കുള്ള ആലയത്തിലേക്കുള്ള പോക്ക്, വസ്ത്രധാരണ, ഇരിപ്പ്, ഇതൊക്കെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ കർത്താവ് ഈ ആണ്ടിലെങ്ങും വരുമെന്നുള്ള ഒരു പരിവവും ഇല്ല. കർത്താവ് എങ്ങനെയും PR പിടിച്ച് കുറച്ച് നാളൂടെ ഒക്കെ നിൽക്കാനുള്ള അവസ്ഥ തരും. അതിനൊന്നും ദൈവം അവിശ്വസ്തനല്ല. ദൈവം നിങ്ങളോട് ചെയ്ത വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ ദൈവം ശക്തൻ. പക്ഷേ ഇന്ന് ഈ യോഗം തീരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ വരവുണ്ടെങ്കിൽ പോകാൻ ഒരുക്കത്തോടെ ഇരിക്കും. നാളത്തെ കാര്യം നമുക്കുള്ളതല്ല. അപ്പം നമ്മൾ ചോദിക്കും, കർത്താവെ പിള്ളേരുടെ കാര്യമൊന്നും ആയില്ലല്ലോ. പിള്ളേരെ തന്നവൻ ദൈവമല്ലേ? അവൻ കാര്യം നോക്കാൻ ശക്തനല്ലേ? അവൻ നടത്താൻ ശക്തനല്ലേ? അതുകൊണ്ടാണ് പണ്ടൊരപ്പച്ചൻ, എൻ്റെ ഫാദറിലോട് അനിയനാണ് എഴുതിയത്, അഴിയൊന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അഴിയൊന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥിരമേ തവ നാമം. അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ ദൈവം നമുക്കെല്ലാം തരാൻ ശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ സ്തോത്രം. ആസാഫ് യെരൂശലേം ദേവാലയത്തിലെ സംഗീതജ്ഞനായിരുന്നെങ്കിലും, നല്ലതായിട്ട് പാട്ടുപാടുമായിരുന്നെങ്കിലും, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമായിരുന്നെങ്കിലും, അവൻ്റെ ഹൃദയത്തിനകത്തൊരു ഭാരം കിടക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ആർട്ടിഫിഷ്യലായി ആരാധിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹോളിവുഡിലൊക്കെയുള്ള അഭിനയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഒരു ഇടമാണ് ആത്മീക കുളം. പടങ്ങല്ലേ? ഹോളിവുഡിലെ അഭിനയം കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെക്കാട്ടി വലിയ അഭിനയമാണ് നമ്മുടെ ഇടയിൽ. ഹോളിവുഡൊക്കെ പോയി, എന്നേ പൊളിഞ്ഞു പോയി. ഇപ്പോൾ ആത്മീയ കുളത്തിലെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേജിലൊക്കെ ഓരോ പുള്ളികളും നിന്ന് വെച്ച് തകർക്കുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കുക, പോട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആസാഫ് ഹൃദയത്തിൽ വേദനപ്പെട്ട് വഴുവഴുപ്പിൽ കാലുകൾ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുമ്പോഴും ദാവീദ് എഴുതിയ പാട്ടുകൾ അവൻ പാടിക്കൊണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുക. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. 73-ാം സങ്കീർത്തനം 1 അവൻ തുടങ്ങിയത് ഇങ്ങനെ: ഇസ്രായേലിൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക്. പെന്തിക്കോസ്തിൽ ദൈവം എല്ലാവർക്കും നല്ലവനെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. സ്വതന്ത്രം എന്നോട് പറഞ്ഞ, ഇസ്രായേലിൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. അപ്പൊ നിങ്ങൾ പറയും, ഈ പാസ്റ്റർ ഇത്രയൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കര നിർമ്മലനാണോ? അത് നിങ്ങൾ വിധിക്കണ്ട, സ്വർഗം വിധിക്കും. പാസ്റ്റർ ഇവിടെ ഇരിക്കുക, അദ്ദേഹം കോട്ടൊക്കെ ഇട്ട് സിമ്പിളനായിട്ട് നല്ല ദൈവകൃപയിൽ നിൽക്കുക. ചിലരങ്ങ് വിധിക്കുക, ആ പുള്ളി അങ്ങനെ അത്രയ്ക്കങ്ങ് നിർമ്മലനാണോ? അത് നീ വിധിക്കണ്ട, ദൈവം വിധിക്കും. ദൈവം വിധിക്കും. ആ ഭക്തൻ എഴുതി, ഇസ്രായേലിൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ അവൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്താ കാര്യം? ദുഷ്ടന്മാരുടെ കടമെന്ന് അറിയത്തില്ലേ? സൗഖ്യം കണ്ടിട്ട്, അമ്മാമേ ഒന്ന് ഉറക്കെ പറയാമോ? സൗഖ്യം കണ്ടിട്ട് അഹങ്കാരിയോ, എന്നെ പേടിപ്പിക്കല്ലേ, ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, വെറുതെ എന്നെ പേടിപ്പിച്ചിട്ടൊരു കാര്യമില്ല. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി. ഞാൻ ചോദിക്കുക, ദൈവബദലിൽ നിനക്കെന്തിനാ അഹങ്കാരികളോട് അസൂയ? നിന്നെ വിളിച്ചത് ദൈവമല്ലേ? ഞാൻ എപ്പോഴും ദൈവമക്കളോടൊരു കാര്യം പറയാം, നമ്മളെപ്പോഴും നമ്മളെക്കാൾ താണവരെ നോക്കി വേണം ജീവിതം പഠിക്കാൻ. ദൈവം പറഞ്ഞത് അന്നെന്നുള്ളത് തരാമെന്നാണ് പറഞ്ഞത്, അല്ലേ?
അപ്പൊ ശലോമോൻ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ ഒരു ദിവസത്തെ മേശയിലെ ശുശ്രൂഷയ്ക്ക് എന്തൊക്കെ വേണമായിരുന്നു? വായിച്ചിട്ടുണ്ടോ? അപ്പൊ അതിനുള്ളത് ദൈവം കൊടുത്തില്ലേ ശലോമോന്? സണ്ണി പാസ്റ്റർക്ക് ഒരു ദിവസം എന്താ വേണം? നിങ്ങളെ കഴിക്കുന്നതിനേക്കാളും ഒരു ചിക്കൻ കൂടുതലാണ് ഞാൻ കഴിക്കുന്നതെന്ന് വിചാരിച്ചോ? അപ്പൊ അതിനുള്ളത് എനിക്ക് തന്നെ ദൈവം തരത്തില്ലേ? ഇന്ന് പകൽ ദൈവം നിന്നെ വിശ്വസ്തയോടെ പരിപാലിപ്പാൻ ശക്തിയുള്ളവനാ. എന്നാൽ ദുഷ്ടന്മാരുടെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നിയതുകൊണ്ട് അവന് സംഭവിച്ചത് അവൻ്റെ കാലുകൾ വഴുതിപ്പോയി. അപ്പോഴും അവൻ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവപൈതലേ, നീ വഴുതി പോകാൻ ചാൻസ് ഉള്ള പല മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ട് നിന്റെ ആരാധനയിൽ നിന്നും ആത്മീയതയിൽ നിന്നും നിന്നെ പുറകോട്ട് വലിക്കുമ്പോൾ ഇന്നത്തെ ദൂത് നീ മടങ്ങി വരാനുള്ള ദൂത്. ശത്രു നിന്നെ വഴുതി കളയാതെ, നിന്നെ പാറ്റിക്കളയാതെ, ഗോതമ്പ് പോലെ പാറ്റിക്കളയാതെ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട്. കാരണം നിന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. ദൈവം നിന്നെ വിളിച്ചതാ. അവന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ട്. അത് നിറവേറ്റി തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ അവൻ വഴുതി പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ആരാധനയ്ക്ക് വന്ന ദൈവബദലേ, ഒരു പക്ഷേ അകത്തളത്തിൽ നീ കയറുന്നതിന് മുമ്പ് ശത്രു നിനക്കെതിരെ വാദിച്ചു കാണോ? ഇന്ന് നിന്നെ തകർക്കുമെന്നോ, ഇന്ന് നിന്റെ അധ്യായം അടയ്ക്കുമെന്നോ, ഇന്ന് നിന്റെ നന്മ ആമെ ക്ലോസ് ചെയ്യുമെന്നോ, ഇന്ന് നിന്നെ ആമെ പായ്ക്കുമെന്നോ ശത്രു പദ്ധതി മെനഞ്ഞെങ്കിൽ, ഈ ആരാധന ആലയത്തിനകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നീ മടങ്ങിപ്പോകുന്നത് അവൻ ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി അവസാനിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ എന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ വലങ്കരത്തിന് അവൻ പിടിച്ചിരിക്കുന്നു. എന്റെ വലങ്കരത്തിന് അവൻ പിടിച്ചിരിക്കുന്നു. നീ വഴുതി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. നീ തകർന്നു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നീ താറുമാറാകാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഓ കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നറിയുന്നു? ഇന്ന് പകൽ അവനെ അടുത്തറിഞ്ഞ ദൈവമേ, അവൻ നിന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. അവൻ നിന്നെ കൈവിടുന്നവനല്ല. ഓ ഹല്ലേലൂയ. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ 1-ാം അധ്യായത്തിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റ് അവൻ്റെ വീടിനെ താറുമാറാക്കി കളഞ്ഞു. സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. മക്കൾ മുഴുവനും മരിച്ചുപോയി. ബാല്യക്കാരിൽ അവനെ വിട്ടുകളഞ്ഞ് സ്വന്തം ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞു. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തോട് പാപം ചെയ്യാതെ ഒരു ഓട്ടുകഷ്ണം കയ്യിലെടുത്ത് ആചാരത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ആ ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. 38-ാം അധ്യായത്തിൽ ഒരു ചുഴലിക്കാറ്റിൽ ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. 1-ാം അധ്യായത്തിൽ ഒരു കൊടുങ്കാറ്റ് അവൻ്റെ ജീവിതത്തെ താറുമാറാക്കിയെങ്കിൽ ദൈവത്തെ കൈവിടാതെ കാത്തിരുന്ന ഭക്തന്റെ അടുക്കൽ 38-ാം അധ്യായത്തിൽ ഒരു ചുഴലിക്കാറ്റിൽ ദൈവം ഇറങ്ങി വന്നു. 42-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിനക്ക് സകലതും കഴിയും. ഓ, ആ വാക്യമൊക്കെ കേൾക്കുമ്പോഴാണ് സ്തോത്രം ചെയ്യേണ്ടത്. ആ വാക്യമൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. വചനം പഠിക്കണം, തിന്നണം, ഭക്ഷിക്കണം. ദൈവവചനം നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവവേദന ഇന്ന് പകൽ നീ അന്തരാത്മാവിൽ പറ, ഞാൻ അവനെ അടുത്തറിഞ്ഞിരിക്കുക, ഞാൻ അവനെ അടുത്തറിഞ്ഞിരിക്കുക. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ അവനെ വിട്ടുമാറുകയില്ല. ഓ നോ ടേണിംഗ് ബാക്ക്. എനിക്ക് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല. അനേക പൗലോസ് അതുകൊണ്ട് എഴുതാൻ, ഭക്തന്മാർ വീണുപോയി പോർക്കളത്തിൽ, ഓ ഞാനും നിങ്ങളും നിൽക്കുന്നത് കൃപയാ, പിടിക്കാമോ എന്ന് വിചാരിച്ച് ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ പിന്നെയും ഓടുകയാ. പട്ടിണി എനിക്കുണ്ട്, പൈതാഹം എനിക്കുണ്ട്, നിന്ന എനിക്കുണ്ട്, കള്ള സഹോദരന്മാരുടെ ആപത്തുണ്ട്, കടലിൽ ആപത്തുണ്ട്, കരയിൽ ആപത്തുണ്ട്, വസ്ത്രത്തിന്റെ ദൗർബല്യമുണ്ട്, ഞെരുക്കമുണ്ട്, കടഭാരമുണ്ട്. ഇതെല്ലാം എനിക്കുണ്ടെങ്കിലും പൗലോസ് കൂട്ടിച്ചേർക്കുകയാ, എങ്കിലും ദൈവസഭയെ സംബന്ധിച്ച ഒരാത്മഭാരം എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് പകൽ ആത്മഭാരമുള്ള ദൈവവേദലേ, അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ മറക്കത്തില്ല. നിന്റെ സന്തതിയുടെ പേര് പറഞ്ഞ് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് എത്ര തലമുറ ദൈവം തന്നോ, ഒന്നിനെയും ദൈവം കൈവിടുകയില്ല. ഒന്നിനെ ഒരു സ്ഥാനത്താക്കിയെങ്കിൽ മറ്റൊന്നിലെ മറ്റൊരു തലത്തേക്ക് നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. നിന്നെ ഏൽപ്പിച്ചത് നീ വിശ്വസ്തയോടെ ചെയ്തോ.
ദൈവം ചില കൃപാവരങ്ങൾ ഇന്ന് പകൽ നിന്റെ മേൽ പകരുന്ന പകലാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഓ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം എന്നേക്കുമുള്ളത്. അതുകൊണ്ടാ ദാവീദ് പാടിയത്, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ, എന്റെ വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവനെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം എന്നേക്കുമുള്ളത്. അവൻ നന്മയുള്ളപ്പോൾ, കഷ്ടത വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ അവൻ എന്നെ കൈവിട്ടില്ല. ഇന്ന് പകൽ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നോട് ചോദിക്കുക, അല്പം കൂടെ അടുത്തിരിക്കാമോ? ഇന്ന് പകൽ ചില കൃപകൾ നിന്റെ മേൽ അവൻ പകരാൻ ശക്തിയുള്ളവനാ. ഓ റബലബ ശദലദരബ ശബ്ദലദര വൈഡബലബ ശബ്ദലരഗദല സബ്ദലബരബല. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ഹൃദയം പൊട്ടുന്ന വേദനയോടെ ആ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ ഭാഗത്ത് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് എഴുതിയിരിക്കും. എഴുത്തുകാരനായ പ്രവാചകൻ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ജനത്തിന്റെ പാപത്തെ കണ്ടു. അകൃത്യഭാരം ചുമക്കുന്ന ജനം അല്ലേ? ഓ ഹല്ലേലൂയ. വഷളായി നടക്കുന്നവർ, കാളതിന്റെ കൂടെ ഇവനെ കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്ന എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജനത്തിന്റെ പാപത്തെക്കുറിച്ച് യെശയ്യാവ് വെളിപ്പെടുത്തി. 5-ാം അധ്യായം വരെ ജനത്തിന്റെ പാപമായിരുന്നു. 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന വെളിപ്പാട്, ഇതുവരെ അവൻ കാണാത്ത വെളിപ്പാട്. ചരിത്രകാരന്മാരും പ്രസംഗരായ ഞങ്ങളും പലപ്പോഴും പറഞ്ഞതൊക്കെ എത്ര കറക്റ്റ് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചരിത്രം ചെകഞ്ഞെല്ലാൽ അത്രയ്ക്ക് യാഥാർത്ഥ്യമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉസിയാവ് ആ രാജകൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, എനിക്കറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞാണ് രാജാവ് മരിച്ചപ്പോഴാ ദൈവത്തെ കണ്ടതെന്നും പലരും പറയുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ ദൈവമക്കളോട് ചോദിക്കുന്നു, അവനെ കാണേണ്ടതുപോലെ നിനക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ദൂതൂടെ പറയാം, ദൈവമക്കളെ, ആരാധന, കുഞ്ഞുങ്ങളെ എന്നോട് ക്ഷമിക്കണേ, ആരാധന ലീഡ് ചെയ്യുന്നവരുടെ സംഭവമല്ല. ആരാധന ഇപ്പോൾ പലയിടത്തും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ദൈവദാസന്മാർ മുന്നോട്ട് വന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കും. പാടാനാ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പാട്ട് നന്നായിട്ട് പാടിക്കണം, ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ആരാധന ദൈവത്തിൻ്റെതാണ്, ഒറിജിനൽ സ്വർഗത്തിലാണ്. അതാണ് യെശയ്യാവ് 6. സ്തോത്രം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സാറാവുകൾ ചിറകുകൾ വിടർത്തി. ഓ ഹല്ലേലൂയ. ചിറകുകൾ വിടർത്തി, കാലിൽ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നതുകൊണ്ട് ഹോവാ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കും. ആ ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആരാധന ഇച്ചിരി മുമ്പ് നിന്നു, നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് കയറിയിരിക്കുക. പക്ഷെ അവിടെയോ ആരാധന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ദൂതായി പറയാം, നിങ്ങളിവിടെ കയറുമ്പോൾ, നിങ്ങൾ വാദ്യോപകരണങ്ങൾ ഓൺ ചെയ്യുമ്പോൾ, പാട്ടിന്റെ പല്ലവികൾ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ആരാധനയുമായി നിങ്ങൾ കണക്ട് ആകുക. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? അഭിഷേകം സ്വർഗത്തിൽ നിന്റെ മേൽ ഇറങ്ങി വരും. പിന്നെ നിന്നിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തി ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കും. ആരാധനയ്ക്കകത്ത് രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടും. ഇത് സ്വർഗത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ആരാധനയാ. ഓ, ഇത് ആർട്ടിഫിഷ്യലായി മനുഷ്യനുണ്ടാക്കിയതല്ല. എന്നാൽ നമുക്കിവിടെ അതിനുള്ള സ്കെയിലുണ്ട്, അതിനുള്ള താളമുണ്ട്, അതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ സ്വർഗത്തിലാ. അവൻ പരിശുദ്ധനല്ലോ, അവൻ പരിശുദ്ധനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് ദൈവത്തെ കണ്ടു. ഓ ഹല്ലേലൂയ. ആലയം അവൻ നോക്കിയപ്പോൾ ആരാധനയിൽ ആലയത്തിന്റെ ഉമ്മരപ്പടി ഇളകി ആടാൻ തുടങ്ങി. ആരാധനയിൽ എല്ലാം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവ പൈതലേ, ദൈവത്തോട് നീ ഇഴുകിച്ചേരുമ്പോൾ ആരാധന മധ്യ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങും. ഓ ഹല്ലേലൂയ. ആ സാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ആ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയോ. ആരാധനയ്ക്ക് യോഗ്യനായവനെ വചനത്തെ ധ്യാനിച്ച് ആരാധിക്കുകയോ, പാട്ടുകൾ പാടി ആരാധിക്കുക, കൈത്താള മേളത്തോടെ ആരാധിക്കുക, സ്തുതി സ്തോത്രത്തോടെ ആരാധിക്കുക. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. മടങ്ങി കുറുവാക്യത്തിലേക്ക് വന്ന് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. 16-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ബെറയോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം.
യേശു അവനോട്, യെസ്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി. അടുത്തത്, നീ പത്രോസ് ആകുന്നു. ഞാൻ പറഞ്ഞല്ലോ യേശു എവിടെയാ നിൽക്കുന്നത്? ആമേൻ, സ്തോത്രം. ഫിലിപ്പിന്റെ കൈസരയില. ഫിലിപ്പിന്റെ കൈസരയിലെ ചരിത്ര പശ്ചാത്തലം ഞാൻ ഓർപ്പിച്ചു. പർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. മദർ സ്റ്റോണുകൾ അവിടെയുണ്ട്. അവിടെ വലിയ ആമേൻ സ്തോത്രം നാച്ചുറൽ ഗുഹകളുണ്ട്. അവിടെ ചിതറിക്കിടക്കുന്ന പാറക്കഷണങ്ങളുണ്ട്. ഇതിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവിനോട് അടുത്തിരിക്കുന്നവർക്ക് ഇന്ന് പകൽ ദൈവം പകരുന്ന രണ്ട് കാര്യങ്ങൾ യേശു അവിടെ കൈമാറുക. ഒന്ന്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഇരുന്ന 11 ശിഷ്യന്മാർക്കും 12 പേർക്കും കൊടുത്തെന്നല്ല, പിൽക്കാലങ്ങളിൽ ആ പകർച്ച അവരിലേക്കുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ അഭിഷേകം നിറഞ്ഞവർ ഒന്നിച്ചു നിന്ന് പ്രസംഗിച്ചു. ആ കൃപാവരം ഇന്നും സഭയ്ക്കകത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ യേശുവിനോട് അടുത്ത അവനെ തിരിച്ചറിഞ്ഞവൻ അവൻ്റെ കയ്യിലേക്ക് കർത്താവ് കൊടുക്കുക. ഞാൻ നിനക്കൊരു താക്കോൽ, ഒരു കീ തരികയാ. അത് സ്വർഗരാജ്യത്തിന്റെ താക്കോല. അതിന്റെ പ്രത്യേകത, നീ ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇന്ന് പകൽ അവനെ അടുത്തറിയ. ഒരു കൈമാറ്റം ദൈവം നിന്റെ കരങ്ങളിലേക്ക് തരികയാ. അത് ആർക്കുമില്ലാത്തൊരു അധികാരമാ, ആർക്കുമില്ലാത്തൊരു അഭിഷേകമാ, ആർക്കുമില്ലാത്തൊരു കൃപാവരമാ. പക്ഷേ അന്ന് ശിഷ്യന്മാർക്ക് ഇത് പിടികിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അന്നത്തെ കാലത്ത് ഒരു ടെലിഫോൺ സംവിധാനം പോലും ഇല്ലാത്ത കാലമാണ്. ഇന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രനിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കാലമാണ്. ഇന്ന് അമേരിക്കയിലോ കാനഡയിലോ ഇരുന്ന ഒരു സർജൻ ഡോക്ടർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി ചെയ്ത കാലമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ കമ്പ്യൂട്ടറിലൂടെ ചലിക്കുന്ന ചലനങ്ങൾ അവിടെ രോഗിയിൽ അത്ഭുതമായി മാറുന്നു. പക്ഷേ എൻ്റെ കർത്താവ് കാലങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും എൻ്റെ നാമത്തിൽ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ അങ്ങനെയാക്കും. ഇന്ന് പകൽ അതാ ദൈവം നിന്റെ മേൽ പകരാൻ പോകുന്നത്. അതെല്ലാവർക്കും ഉള്ളതല്ല, അവനെ അടുത്തറിഞ്ഞവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട് അതൊന്ന് പ്രാപിക്കാൻ, ഒരു വെളിപ്പാടിൻ്റെ തലങ്ങളിലേക്കൊന്ന് കൊണ്ടുവരാൻ? കർത്താവേ, എൻ്റെ മേൽ നീ പകർന്നൊരു അധികാരം, ആ അധികാരത്തോടെ നീ ഒന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവന്റെ വാക്കിനകത്ത് ആകാശത്തിന്റെ കിളിവാതിലിനെ പൂട്ടിയടച്ച സ്വർഗം ഇന്ന് പകൽ അഭിഷക്തന്മാരെ, ദൈവസഭയെ, നിന്റെ മേലെ കൈമാറ്റം ദൈവം പകരട്ടെ. അല്പം കൂടെ ഒന്ന് അടുത്തിരിക്കുക, അവനെ ഒന്ന് രുചിച്ചറിയ. ആരും എന്താ അഭിപ്രായം യേശുവിനെ കുറിച്ച് പറയട്ടെ, നിന്റെ മേൽ പകരുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരട്ടെ. ഓ ഹല്ലേലൂയ. അത് പത്രോസിന് മേൽ ദൈവം പകർന്ന കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാനാകുന്ന മദർ സ്റ്റോണിന്മേൽ എൻ്റെ സഭയെ പണിയും. പക്ഷെ നീ പാറക്കഷ്ണമാ, നിന്നെ ഞാൻ ചില അധികാരങ്ങൾ ഏൽപ്പിക്കാൻ പോകും. നമ്മളെല്ലാം പാറക്കഷ്ണങ്ങളാകട്ടോ, ദൈവമായിട്ടില്ല, ദൈവതുല്യമായിട്ടില്ല. നമ്മൾ കണ്ണാടിയിൽ കടമൊഴി പോലെ അവനെ കാണുന്നേയുള്ളൂ. ഒരു ദിവസം നാം അവനെ കാണേണ്ടതുപോലെ കാണും. ആ കാണേണ്ട പോലെ കാണുന്നതിനാണ് റാപ്ചർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് മേഘങ്ങളിൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വാസം കൊള്ളട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ, കർത്താവേ അനുഗ്രഹിക്കും.